കേരളത്തിലെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഇടപെട്ട് സുപ്രീം കോടതി. വൈസ് ചാൻസലറെ നിശ്ചയിക്കാനുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കും. 4 പേരുകൾ വീതം നൽകാൻ സർക്കാരിനോടും ചാൻസലറോടും കോടതി നിർദ്ദേശിച്ചു. പേരുകൾ നാളെ നൽകാം എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. അച്യുതൻ, ഏറ്റവും വലിയ ഒരു തർക്ക വിഷയമായി സർക്കാരിനും ഗവർണർക്കും ഇടയിൽ ഉണ്ടായതാണ് വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതിൽ സുപ്രീം കോടതി ഏത് തരത്തിലാണ് ഇടപെട്ടിരിക്കുന്നത്? സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സുപ്രീം കോടതി മുൻകൈ എടുക്കാമെന്നതാണോ? പേരുകൾ നിർദ്ദേശിക്കാൻ സർക്കാരിനോടും ഗവർണറോടും ആവശ്യപ്പെട്ടിരിക്കുകയാണോ? ഇരുവർക്കും ഇടയിലുള്ള തർക്കം പരിഹരിക്കാൻ ഉള്ള സുപ്രധാനമായ ഒരു ഇടപെടലായി നമുക്കിതിനെ കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഈ താൽക്കാലിക VC നിയമനത്തിലല്ല, മറിച്ച് സുപ്രീം കോടതിയുടെ ചോദ്യം എന്തുകൊണ്ടാണ് ഈ സ്ഥിരം VCമാരെ നിയമിക്കുന്നത് വൈകുന്നത് എന്നതായിരുന്നു ഇരുവരോടും സുപ്രീം കോടതി ചോദിച്ചത്. അപ്പോൾ പ്രശ്നമായി ഉയർന്നത് ഈ സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം തന്നെയാണ്. സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടത് UGC ചട്ടപ്രകാരം സർക്കാരിനാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അവകാശം എന്നായിരുന്നു. എന്നാൽ അറ്റോർണി ജനറൽ, ചാൻസലറിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ പറഞ്ഞത് UGC നിർദ്ദേശം അനുസരിച്ച് അത് ചാൻസലറുടെ അധികാര പരിധിയിൽ വരുന്നതാണ് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരണം എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു വിഷയത്തിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു. എന്നാൽ സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കാം എന്നൊരു സുപ്രധാന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.